അതെ നോക്കിയാണി ഒരു 2 ഏക്കർ സ്ഥലം അതിനകത്ത് 1000-ഓളം തേക്കുമരങ്ങളൊക്കെ ഉള്ള ഈ കാണുന്ന മുതല് അതും ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ. ഈ കാണുന്ന മുതല് 2 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഇതാക്കണ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം. ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാറിനൊക്കെ വരാന്നുണ്ടെങ്കിൽ ഒരു 36 കിലോമീറ്റർ ദൂരമാണ്. അതേപോലെ നമുക്ക് നീലേശ്വരത്തുനിന്നും വരാം. നീലേശ്വരത്തുനിന്ന് വരാന്നുണ്ടെങ്കിൽ ഒരു 33 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് ഇവിടുന്ന് കാഞ്ഞങ്ങാറിന് വരുന്ന റോഡാണ്. അതുപോലെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊന്നക്കാടൊക്കെ പോണ റൂട്ടാണ് കേട്ടത്. ബസ് റൂട്ട് ഉള്ളതാണ്. എപ്പോഴും ബസ് ഉള്ളതാണ്. മിനിറ്റിന് ബസ് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ട് അതിൽ നമുക്ക് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ പോസ്റ്റ് നിൽക്കണതിന്റെ ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ബളാൽ പഞ്ചായത്താണ്. അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ട സ്ഥലമാണ് കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നല്ലോണം ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടേജിന്റെ എൻഡ് നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതേമാതിരി തന്നെ സെന്റ് ജൂഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് ടൗൺ പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാവിധ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളരിക്കുണ്ട് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരം നമുക്ക് വെള്ളരിക്കുണ്ട് ടൗണിലോട്ടുള്ളത് കേട്ടോ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. പിന്നെ ഇതാക്കണേ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് നമുക്ക് ഇവിടം വരെയാണ് വരുന്നത്. ഈ പോസ്റ്റ് നിൽക്കണതിന്റെ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു ഭാഗത്തോട്ട് വരാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് വർക്ക്ഷോപ്പ് അല്ലാണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഈ പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഷോപ്പുകളൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബസ്സാണ് വരുന്നത് കേട്ടോ. കാഞ്ഞങ്ങാടിന് പോണ ബസ്സാണിത്. കൊന്നക്കാടിന് വരുന്നതാണ് അങ്ങനെ പോണത്. എവിടേക്കെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് റോട്ടിക്ക് ഇറങ്ങി മതി, വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ. അപ്പൊ നിങ്ങോട്ട് വരി, ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതാക്കണം മൊത്തം 2 ഏക്കർ സ്ഥലമാണ് വരുന്നത് നമ്മൾ ഈ ഒരു പ്ലോട്ട്. ഇതിനിപ്പോ വേണമെങ്കിൽ ഇപ്പൊ 2 ഏക്കർ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അതിൽ 1 ഏക്കർ ആയിട്ട് അങ്ങനെ 2 പ്ലോട്ടായിട്ട് അങ്ങനെ കൊടുക്കാൻ ഇതിന്റെ ഓണർ റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോ അതിൽ 10 സെന്റ് 20 സെന്റും ആയിട്ട് ഇതിന്റെ ഓണർ അങ്ങനെ സെയിൽ ചെയ്യൂല. പകുതിയായിട്ട്, അതായത് 1 ഏക്കർ ഈ ഭാഗത്തും 1 ഏക്കർ ഈ ഭാഗത്തായിട്ട് അങ്ങനെ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വരെ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഇതാക്കുന്നത് ഇതേമാതിരിക്കുള്ള തേക്കുമരങ്ങളുള്ള കേട്ടോ. അതും ചെറുതും വലുതുമായിട്ടുള്ള 9-ാം വർഷം പ്രായമായിട്ടുള്ള 1000-ഓളം തേക്കുമരങ്ങളാണ് നമ്മൾ ഈ ഒരു പറമ്പിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മൊത്തം തേക്കുമരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. ഭാവിയിലേക്ക് ഒരു അസറ്റ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ മേടിച്ചിടാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ മുതലാണ്. അങ്ങനെ നോക്കിയാൽ ഫുള്ള് തേക്കാണ് ഈ കാണുന്നത്. അത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കിട്ടോ. വെള്ളരിക്കുണ്ട് ടൗൺ പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയണം അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ടൗണും കൂടിയാണ് നമ്മളെ വെള്ളരിക്കുണ്ട് ടൗൺ അറിയണം കേട്ടോ. അടുത്ത് നമുക്ക് അമ്പലം, പള്ളി, ചർച്ച് എല്ലാം നമുക്ക് ഈ ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നീലേശ്വരം കാഞ്ഞങ്ങാട് ഒക്കെയാണ് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കാസർഗോഡിനൊക്കെ പോകാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 55 കിലോമീറ്റർ ദൂരം കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾ ഇതിന്റെയൊക്കെ വണ്ണം കണ്ടില്ല നിങ്ങളൊക്കെ നല്ല നല്ല തേക്കും തയ്യാട്ടോ. അങ്ങോട്ട് നോക്കി ഇത് കണ്ടില്ലേ, ഇതൊക്കെ 9-ാം വർഷം പ്രായമായിട്ടുള്ള തേക്കുകളായി കാണണം. ഒക്കെ കണ്ടില്ല നിങ്ങള് അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നോക്കിയാൽ നിങ്ങള് ചെറിയ ചെരിവുണ്ട് കേട്ടോ നമ്മളെ പറമ്പിന്. ചെറുങ്ങനെ ഈ ബാക്ക് സൈഡിലോട്ട് കുറച്ച് ചെറിയ രീതിയിൽ ചെരിവുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ കയ്യാലകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ കേട്ടോ. പറമ്പിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയ്യാല കെട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മളെ റോഡാണ് ഈ കാണുന്നത്, മെയിൻ റോഡാണ് ഈ കാണുന്നത്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മേലെ പോയിട്ട് കുറച്ച് മേലെ എന്നുള്ള ഒരു വ്യൂ ആണ് കാണിച്ചു കൊടുക്കാം അല്ലെ? ആയിക്കോട്ടെ, നമുക്ക് പോയോക്കാണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്ലോട്ടിന്റെ കുറച്ച് മേലെ ഭാഗത്താണ് നിക്കുന്നത്. അതായത് കുറച്ച് സെന്റർ ഭാഗത്തായിട്ടാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടില്ല നമ്മളെ പറമ്പിന്റെ കണ്ടില്ല, ഫുള്ള് കണ്ടില്ല നിങ്ങള്. നല്ല തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലം കേട്ടോ. പിന്നെ തേക്കിന്റെ ഇപ്പൊ മൊത്തത്തിൽ ഇല കൊഴിയുന്ന ടൈമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇമ്മ ഇല നിങ്ങൾക്ക് കാണാത്ത കേട്ടോ, പച്ചപ്പില്ലാത്ത ഇല കൊഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നിങ്ങൾ നോക്കിയാണ് നല്ല സ്ഥലമാണ് കേട്ടോ ചേട്ടായേ.
അത്യാവശ്യം നല്ല പ്ലോട്ടാണ്. സൗകര്യം എന്താ വെച്ചാല് വെള്ളരിക്കുണ്ട് ടൗണിനോട് അടുത്ത് കിടക്കുന്ന പ്ലോട്ടാണ്. പിന്നെ നമുക്ക് ഇന്നലെ നാളെ വിറ്റ് പോണ സ്ഥലം തന്നെയാണ് അല്ലേ? ഇത് ഈ മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണല്ലോ. പിന്നെ പറഞ്ഞാൽ തേക്ക് മരങ്ങൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിപ്പോ നമ്മളെ പ്ലോട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് വേറെ സംഭവം കാട്ടിത്തരാം. നമ്മളെ പറമ്പിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള ആളെ പ്ലോട്ടിനകത്ത് ഇപ്പൊ വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറാണുള്ളത്. കണ്ടില്ല നിങ്ങൾ, ഇത് കിണറാണ് കേട്ടോ. അപ്പൊ മൂടിയിട്ടേക്കാണ്. അപ്പൊ തുറന്ന് കാണിച്ചാൽ റിസ്ക് ആണ്. ഇതിനകത്ത് വെള്ളം ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് അവിടെ ഉള്ള വീട്ടിലോട്ട് വെള്ളം പോണതിന്റെ പൈപ്പും കാര്യങ്ങളും അതിന്റെ മോട്ടറും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ചപ്പും ഇതൊക്കെ പോവുകയും ചെയ്യും അല്ലേ? അതുകൊണ്ട് അപ്പൊ നമ്മള് തുറക്കുന്നില്ല. വെള്ളമൊക്കെ ഇഷ്ടം പോലുള്ള വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അധികം ആഴമൊന്നും ഇല്ലാത്ത കിണറാണിത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കിണറോ ബോർവെല്ലോ ഒക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ ഫുള്ള് കിണറും ബോർവെലും ഒക്കെയാണ്. ബോർവെല്ലൊക്കെ അടിച്ചാലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത്രയൊക്കെയാണ് നമ്മളെ ഈ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. പിന്നെ ബസ്സാണ് പോണം കേട്ടോ. ഇഷ്ടം പോലെ ബസ് ഉണ്ട്. ബസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെ ബസ്സൊക്കെ ഓടണമാണ്. കാഞ്ഞങ്ങാടിന് പോകണം, നീലേശ്വരം പോകാനൊക്കെ ഒത്തിരി ബസ്സുകളുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതായത് കൊന്നക്കാട് റൂട്ടിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ പാർട്ടീൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 9895181886. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഓണറുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പടപടയെന്ന് വിളിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലം കിടക്കാച്ചി പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.